നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും കാവലുമായ ദാസനാഥങ്ങളുടെ പ്രാർത്ഥനകളെ നിങ്ങൾ കേൾക്കണമേ. ഇവർക്കായി ഈ സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് തന്നെ അവകാശമായി നൽകുവാൻ കൃപ ചെയ്യണമേ. എന്റെ വിജയാശ്ലീവായാൽ ഈ മണവാളൻ ഈ മണവാട്ടിയും കാത്തോളുകയും പിതാവും തന്നെ പരിശുദ്ധരുമായുള്ളവേ. ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബജീവിതത്തിലേക്ക് അനയിക്കപ്പെടുന്ന സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഉദാശിക്കുന്ന സഹകാർമ്മികരായിരിക്കുന്ന സഭാമകളെ, ദൈവനാമത്തിൽ നിങ്ങൾക്ക് സ്നേഹമുണ്ട്. ദൈവം സൃഷ്ടിച്ചാക്കിയ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരവും സന്തോഷകരമായ ജീവിതാവസ്ഥയാണ് കുടുംബം. അവിവാഹിത ജീവിതം എന്തെങ്കിലും കുറവുണ്ട് എന്നല്ല ഇതിൽ നിന്ന് ഞാൻ അർത്ഥമാക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയും സുന്ദരമാണ്, സന്തോഷമാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരവസ്ഥയിലേക്ക് വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ ജനിച്ച് വളർന്ന ഒരു യുവാവും യുവതിയും ദൃശ്യമായ ഈ വിശുദ്ധ ഉദാശയിലൂടെ ദൈവ നടത്തിപ്പിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ഇവിടെ 2-3 കാര്യം പ്രത്യേക കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സഹോദരങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവരും പ്രവേശിക്കാനിരിക്കുന്നവരൊക്കെ നിങ്ങൾ കേൾക്കുന്നവരുണ്ടാവും. ഒന്നാമതായി ഓർക്കേണ്ടത്, ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ പുതിയ ചിന്താഗതി നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. വിവാഹം എന്ന് പറയുന്നത് എവിടെയെങ്കിലും വെച്ച് രണ്ടുപേര് തമ്മിൽ താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റ്. ആർക്കും ആരോടും കടപ്പാടൊന്നുമില്ല. ഒരു ഉടമ്പടി എന്ന് പറയാനൊക്കെ ഒരു കോൺട്രാക്റ്റ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്. അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ സഭയുടെ ഒരു കാര്യശാലയിൽ നടന്ന നവീന സഭയിൽപ്പെട്ട ഒരു വിവാഹത്തിന് ഉപദേഷ്ടാവ് പ്രസംഗിച്ചത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷേ ഇത് അഡ്ജസ്റ്റ്മെൻറ്റുമല്ല, കോൺട്രാക്റ്റുമല്ല, വെറൊരു ഉടമ്പടിയുമല്ല എന്നുള്ളത് ഒന്നാമതായി നിങ്ങൾ ഓർക്കണം. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നതും നമ്മൾ വായിച്ചു കേൾക്കുന്നു. സുവിശേഷം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അത് കേൾക്കാം. ദൈവം സംയോജിപ്പിക്കുന്നതാണ് വിവാഹം. അതുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ഞങ്ങൾ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരായി മരണപര്യന്തം അന്യോന്യം വിശ്വസ്തതയിലും വിധേയത്വത്തിലും സ്നേഹത്തിലും ഒരുമിച്ച് ജീവിതം പങ്കുവെച്ചുകൊള്ളാം എന്ന് ദൈവത്തോട് ചെയ്തു ഓർക്കണം. ജീവിതം ഇന്നത്തെ പോലെ ഇന്ന് സ്വീകരണമുണ്ട്, സന്തോഷകരമായ അനുഭവങ്ങളുണ്ട്. കുറേ ദിവസത്തേക്ക് നല്ല വിരുന്നും നല്ല ശാപ്പാടും സ്വീകരണങ്ങളും സന്തോഷമൊക്കെ കിട്ടുന്നവരാണ്. അതെങ്ങനെ കിട്ടുന്നവരെ ഈ അവസ്ഥയ്ക്ക് ചിലപ്പോൾ മാറ്റമൊക്കെ ഉണ്ടാവും. മനുഷ്യ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും നിങ്ങൾ അഭിമുഖീകരിക്കാൻ നിങ്ങൾ ഒന്നു ചേർന്ന് ജീവിക്കണമെന്നുള്ളത്
നിങ്ങളുടെ തീരുമാനമല്ല. നിങ്ങൾ ഓർക്കണം, സൃഷ്ടാവായ ദൈവം നിങ്ങൾ ജനിക്കും മുൻപേ പല രീതിയിലേക്കായിരിക്കും. വേദോത്സവം പഠിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുമാകും എന്ന് എന്നെ അറിഞ്ഞു, എന്നെ വിളിച്ച് വേർതിരിച്ചു. 130 സങ്കീർത്തനം വായിക്കുമ്പോൾ അങ്ങനെ ദൈവം നിങ്ങൾ സൃഷ്ടിക്കപ്പെടും മുൻപേ ദൈവം നിങ്ങളെ അറിഞ്ഞതാണ്. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തീരുമാനമാണ്. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ദൈവമാണ് ഇതിൻ്റെ കാർമ്മികൻ, നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയമക്കളെ ഞങ്ങൾ ഒന്നാമത് ഓർക്കണം, ദൈവത്തോട് നിങ്ങൾ ലംഘിക്കുവാൻ പാടില്ലാത്ത ശക്തമായ ഒരു ഉടമ്പടി ദൈവത്തോട് ചെയ്യുന്നത് അതിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നത്. പ്രവേശിച്ചിട്ടുള്ളവർ അതിനായി ഒരുങ്ങുന്നവർ പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളുക. രണ്ടാമത്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ, അനുഭവ വ്യത്യാസങ്ങളൊക്കെ ഒന്നെന്ന് വരാം. നിങ്ങളെ രണ്ടുപേരെയും ഈ കുടുംബമാകുന്ന സാമ്രാജ്യത്തിലെ രാജാവും രാജ്ഞിയായിട്ട് വാഴിക്കാൻ പോവാം. രാജാവിന് രാജ്ഞിക്ക് കൊടുക്കുന്ന കിരീടമാണ്. പണ്ട് കിരീടം കൊടുക്കുമായിരുന്നു, മാലയും കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ കിരീടം നമ്മുടെ പുള്ളിപ്പള്ളിയിൽ കിരീടം ഇരിപ്പുണ്ട്, പക്ഷേ അത് പുറത്തെടുത്ത് കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പലരും വന്ന് തട്ടിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. പുതുപ്പള്ളിപ്പള്ളിയിലൊക്കെ ലോക്കറി വെച്ചിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ടതോ കാണേണ്ടതോ അല്ല. ആ കുരിശിന് വലിയൊരു സന്ദേശമുണ്ട്. കുരിശ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നിസ്വാർത്ഥതയുടെ വലിയൊരു സന്ദേശം നൽകുന്നതാണ് കുരിശ്. ആ സ്നേഹം, വിനയം, സൗമ്യത, ക്ഷമ, വിട്ടുവീഴ്ച ഇതില്ലാതെ കുടുംബജീവിതമാക്കി പൊളിക്കണം. പക്ഷെ അവസാനം പൊളിഞ്ഞിരിക്കും. അതോർത്തോ, പൊളിയാനുള്ളതല്ല കുടുംബം. ഈ ലോക ജീവിതത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ഭാവം മദ്യപാനമല്ല. മനുഷ്യന് സമ്പത്തും ധനവും ദൈവം കൊടുക്കും. പക്ഷേ ഇപ്പോൾ സംശയമുള്ള ദൈവത്തിൻ്റെ നാമം അത് വിഷയമല്ലോ. പക്ഷെ അതുകൊണ്ട് വൈദിക ശ്രേഷ്ഠരുടെയും വിശ്വാസികളുടെയും നാമത്തിൽ എല്ലാ ഭാവുകങ്ങളും നടന്നുകൊണ്ട് നിലവാക്കാൻ ഉപസിക്കുന്നു. We
പരിഭ്രമിച്ച് സന്തോഷപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അരുണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സയമായ നിന്റെ ദയാലും നിസ്സാരന്മാരും ഞങ്ങളുടെ സ്തോത്രങ്ങളെ നീ സന്തോഷിക്കുകയും എളിയവരും മൺമരുമായി ഞങ്ങളുടെ ശുശ്രൂഷകളെ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. Amen.
നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് പ്രകാരം ഇവ സംഭവിച്ചു. ജനസമൂഹം തന്നെയും അവിടെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷമാർത്തിരുന്ന ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന്റെ ഭാര്യയെ പിരിച്ചുവിടുവാനായി ഉണ്ടാകുന്ന ചോദിച്ചു. യേശുദാസവരോട് ഉത്തരമായിട്ട് പറഞ്ഞു, ആദ്യ സൃഷ്ടാവ് ആണപ്പെടുവാൻ മനുഷ്യനെ സൃഷ്ടിക്കുമെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്നെ പ്രാധാന്യം വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടെ വായിച്ചിട്ടില്ലോ. ആദ്യം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സന്തോഷിപ്പിച്ചതിനെ മനുഷ്യൻ പ്രവർത്തിക്കരുത്. അവർ യേശുദാസനോട് അങ്ങനെ മോശപത്രം കൊടുത്തവരെ പിരിച്ചുവിടാൻ മോശം കൽപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണെന്ന് ചോദിച്ചു. യേശുദാസനോട് മറുപടി പറഞ്ഞു, മോശം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, കുറ്റമല്ലാത്ത സ്വഭാവത്തെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ പരിഹരിക്കുന്നവരും ചെയ്യുന്ന പരിഹാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവരെ പരിഹരിക്കുന്നവരും ചെയ്യുന്ന പരിഹാരം തന്നെ. ശിഷ്യന്മാരെ സുന്ദരനോട് ഭാര്യാഭർത്താക്കന്മാർ പരസ്പര സ്നേഹമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലെന്ന് പറഞ്ഞു. യേശുദാസൻ മറുപടിയായിട്ട്, വരം ലഭിച്ചതല്ലാതെ എല്ലാവരും അനുഗ്രഹിക്കുന്നില്ല. എന്നാൽ ജനനാക്ഷരന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാക്ഷരന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യത്തിൽ നമ്മളെ തന്നെ ബ്രഹ്മചാരികളാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. എന്നേക്കും ആശീർവദിക്കപ്പെട്ടതും വഴിമുടയോ കൈയാൽ മകുടം ഘോഷവിരന്നു മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. മധുരം ഘോഷമിറങ്ങും
വലിയനുടയോ കൈയായി മകുടം ഘോഷവിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം ദൈവത്തെ സ്നേഹിക്കുക
ഐശ്വര്യങ്ങൾക്കും സമ്പാദ്യങ്ങൾക്കും സർവ്വ സൗഭാഗ്യങ്ങൾക്കും ദൈവങ്ങളെ സമ്പന്നരാക്കി ആ ഭാവിനിയോടുകൂടി ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലുതുപാതകളെ പോലെ അനുതാപത്താൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും ആദ്യപ്പോൾ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ വാർത്തകളോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിലൂടെ മഹോദരൻ നിങ്ങളെ നമ്മുടെ സംഘം മുഴുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പരിശുദ്ധവും ഭാഗ്യം സ്തുതികരേക്കാം. അവളോട് നിങ്ങളുണ്ടായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നിങ്ങളായിരുന്നാലും ഭാര്യയ്ക്ക് പരിപാലനം നൽകണം.
പ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാൽ പല കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായിലേക്ക് പോകാം. ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവമായ നിങ്ങളെ വിശ്വാസികളെ സകലവാങ്ങിപ്പോയി അനുഗ്രഹിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും ബലഹീനതയുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ സുവാസനത്തിൽ മുൻപാകെ നൽകപ്പെടുകയും